ഈ വീഡിയോ വളരെ കുറച്ച് ഡാഡി ഇല്ലാത്തവരെയും മമ്മി ഇല്ലാത്തവരെയും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാഡി മമ്മി സിൻഡ്രോം ഉള്ളവരെയും ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഇതിൽ പെട്ടതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ നിർത്തി സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം ഞാൻ ബാക്കി പറയുന്ന തെറിയൊന്നും നിങ്ങൾ കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ലൊരു ഞായറാഴ്ചയല്ലേ. എനിക്ക് ഈ ലോകത്ത് വെറുപ്പ്, ഏറ്റവും വെറുപ്പ് ആരോടാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? സംഖ്യകളോടാണോ? അല്ല. സുഡാപ്പികളോടാണോ? അല്ല. പിന്നെ ആരോടാ എനിക്ക് ഏറ്റവും വലിയ വെറുപ്പ്? കണ്ണ് കുത്തി പൊട്ടിക്കാൻ തോന്നുന്ന വെറുപ്പ് ആരോടാ? സുനിത സുഡാപ്പി ആയേ എന്ന് വിളിച്ചു കൂക്കുന്ന കുറെ മരയൊന്ന് സംഖ്യകൾ. അയ്യോ സുനിത സംഖ്യ ആയേ എന്ന് വിളിച്ചു കൂക്കുന്ന കുറെ മരയോള സുഡാപ്പികൾ. ഇവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. എന്നെങ്കിലും നേരിട്ട് കണ്ട കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. വെറുപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്ന കലിയാണ് ഈ രണ്ട് കമന്റോളികളോട്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതാണ് ഈ ഡോഗിന്റെ മക്കളുടെ കമന്റ് ഒക്കെ കേട്ടോ. എടാ ഡോഗിന്റെ മക്കളെ, എനിക്ക് അറിയാവുന്ന ഏറ്റവും വലിയ തെറി തന്നെ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. വേറെ എന്താ ഞാൻ ഈ ഒക്കെ വിളിക്കേണ്ടത്? നിങ്ങൾക്ക് എന്താടാ ശരിക്കും എന്താ കരുതുന്നത്? എന്ത് തോന്നിയാസുമെന്ന് വീഡിയോന്റെ ചോട്ടിൽ കമന്റ് ഇടാന്നാണോ നീയൊക്കെ കരുതുന്നത്? കളെ നീയൊന്നും പറയുന്നതിനനുസരിച്ചല്ല എന്റെ രാഷ്ട്രീയ ബോധം രൂപപ്പെടുന്നത്. എന്റെ രാഷ്ട്രീയ ബോധമൊക്കെ എന്റെ വായനയിൽ നിന്ന്, വിവരമുള്ള ആളുകളെ ഞാൻ കേട്ടതിൽ നിന്ന്, സംസാരിച്ചതിൽ നിന്ന് ഒക്കെ പതിറ്റാണ്ടുകൾ കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയതാണ്. നിനക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിന് താഴെ വന്ന് നിനക്കൊക്കെ തോന്നുന്നത് ഛർദ്ദിക്കാനും അപ്പിടാനും പാകത്തിലുള്ള അല്ല എന്റെ രാഷ്ട്രീയം. അത് നീയൊന്നും ഉണ്ടാക്കി തന്നല്ല, നീയൊന്നും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, നീയൊന്നും സ്വാധീനിച്ചിട്ടുണ്ടായതേ അല്ല എന്റെ രാഷ്ട്രീയം. ഒരു ഭൗതിക ലാഭത്തിനും വേണ്ടി ഉണ്ടായതുമല്ല. കേട്ടോടാ. വീഡിയോ കാണുന്നവരില്ല വളരെ 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 കുറച്ച് പേര് മാത്രമാണ് ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റ് ഇടുന്നത്. എനിക്ക് നല്ല ബോധമുണ്ട്, അത് അറിഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നീയൊക്കെ കൂട്ടം കൂടി തോന്നിയാസം കമന്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കണ്ട ഒരക്ഷരം മിണ്ടാതെ വീഡിയോ കണ്ടുപോകുന്ന എത്രയോ മനുഷ്യരാണ്. അവരാണ് എന്റെ യഥാർത്ഥ പ്രേക്ഷകരെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അവരൊന്നും ഒരു കമന്റ് ഇടാറില്ല. ഞാനും എത്രയോ പേരുടെ വീഡിയോ കാണാറുണ്ട്. എല്ലാത്തിലൊന്നും ഞാൻ പോയി കമന്റ് ഇടാറില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും കമന്റ് ഇടാൻ പറ്റാറില്ല. അതുപോലെ തന്നെയാണ് എന്നെ ഇഷ്ടമുള്ള 10 പേരാണെങ്കിലും അവർ വന്ന് വീഡിയോ കണ്ടു പോകുന്നുണ്ട്. കമന്റ് ഇടാൻ അവർക്ക് സമയം കിട്ടാണ്ടായിരിക്കും. പറഞ്ഞു വന്നത്, ഇന്നലെ ഞാൻ സുജയ പാർവതിയെ കുറിച്ച് ഒരു ലൈറ്റ് ആയൊരു വീഡിയോ, അല്ലാതെ ഒരു വലിയ രാഷ്ട്രീയ വിശകലനം ആയിരുന്നില്ല, ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ എന്ന് വെച്ചാൽ ഈ ലോകം മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തൽ എന്നുള്ള വീഡിയോ ഒന്നും അല്ലടേ. സുജയ റിപ്പോർട്ടർ TV വിട്ടുപോകുമ്പോ എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങള്. അതിന് താഴെ ഒന്ന് നിലവിളിയാ, അയ്യോ സുനിത സംഖ്യ ആയേന്ന്. എടോ നാറുകളെ, നീയൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ സംഖ്യ അല്ലാതിരിക്കുന്നതും എന്റെ രാഷ്ട്രീയം ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമായിരിക്കുന്നു നീയൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടല്ല. അത് എന്റെ ബോധ്യമാണ് എന്ന് വെച്ച് നീയൊക്കെ പറയുന്നതും ഇഷ്ടപ്പെടുന്നതും മാത്രമേ ഞാൻ വാ തുറന്ന് മിണ്ടാൻ പാടൂ എന്നൊക്കെ നീ ഓർഡർ ഇടുന്നതൊക്കെ ഇതൊക്കെ കേൾക്കാൻ എന്നെ കിട്ടുന്ന കരുതുന്നുണ്ടോ? ശരിക്കും സീരിയസ് ആയിട്ട് വളരെ കുറച്ച് ഊളകൾക്ക്, വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന ഊറകൾക്ക് ഒരു ധാരണയുണ്ട് നിന്നെയൊക്കെ പേടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. അല്ല, വളരെ ഹാപ്പിയായി എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ മാത്രം ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് പറയാൻ തോന്നുന്നു മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ ചില മരയുള്ളകളെ സന്തോഷിപ്പിക്കാനോ നിന്റെയൊക്കെ സ്വത്ത് എനിക്ക് എഴുതി തരുമെന്ന് കരുതി നിനക്ക് ഇഷ്ടമുള്ള വീഡിയോ ഒന്നും ചെയ്തു തരാം അങ്ങനത്തെ ആളല്ല ഞാൻ, കേട്ടോ. ഞാൻ ന്യൂനപക്ഷങ്ങളെ കുറിച്ചും ഭരണകൂടവും സംഖ്യകളും പീഡിപ്പിക്കുന്നവരെ കുറിച്ചും ഒക്കെ നിരന്തരം വീഡിയോ ചെയ്യുന്നത് നിന്നെ ഒന്നും സന്തോഷിപ്പിക്കാൻ അല്ലടാ. നീ ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അല്ലടാ. ഞാൻ നിരന്തരം ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറയുമ്പോൾ ഇന്ത്യയിലെ ചില പ്രത്യേക സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ 10 വർഷമായി ഭരിക്കുമ്പോൾ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇരകളായി മുസ്ലിങ്ങൾ വരുന്നതുകൊണ്ട് അങ്ങനത്തെ വാർത്തകൾ എന്നും പറഞ്ഞു പോകുന്നതാ. അല്ല സുഡാപ്പികളും സംഖ്യകളും കരുതുന്ന പോലെ ഇതൊരു മുസ്ലിം പ്രീണനമൊന്നും അല്ലടേ. മോഡിഫൈഡ് ഇന്ത്യയാണിത്. കണ്ണ് തുറന്നൊന്ന് ചുറ്റും നോക്ക് 360 ഡിഗ്രിയില് കാണുന്നതൊക്കെ അത്തരം വാർത്തകളാ. വർഗീയത, അപരമത വിദ്വേഷം, വോട്ടർ ലിസ്റ്റിൽ നിന്ന് മുസ്ലിങ്ങളെ വെട്ടിമാറ്റുന്നത്, പള്ളി പൊളിക്കുന്നത്, പള്ളിന്റെ അടിയിൽ അമ്പലം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ നടത്തി തോണ്ടി മാന്തിക്കൊണ്ടിരിക്കുന്നത്, ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ വീടും കടകളും ഇടിച്ചു നിരത്തുന്നത്. എന്തിനേറെ പറയുന്നു, 2 ദിവസം മുമ്പ് കണ്ടൊരു വാർത്ത എന്താ നിങ്ങൾക്ക് അറിയാമോ? അഡ്മിഷൻ നേടിയത് 90% മുസ്ലിം കുട്ടികളാണെന്ന് കണ്ട് ജമ്മുവിലെ വൈഷ്ണോദേവി മെഡിക്കൽ കോളേജിനെതിരെ BJP പ്രതിഷേധിക്കുക. എന്താ നാടിന്റെ അവസ്ഥ? നീയൊക്കെ എവിടെയാടേ? നീയൊക്കെ എന്നെ സംഗീതം സുഡാപ്പി എന്ന് വിളിച്ച് നടന്നോ? ലോക പ്രശസ്ത സംഗീതജ്ഞനായ AR റഹ്മാനോട് ഇവന്മാര് പറയാ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിനക്ക് അവസരങ്ങൾ തരാന്ന്. ഇത്ര വലിയ പ്രതിഭാശാലിയാ. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്ക്. നമ്മുടെ തൊട്ടയൽപക്കത്ത് തമിഴ്നാട്ടിലെ മധുരയിൽ പുരാതനമായ ഹിന്ദു മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന മധുരയ്ക്കടുത്തുള്ള തിരുപ്പരകുന്ത്രം എന്ന
കുന്നുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഒരു തർക്കം തുടങ്ങി വെച്ചത് വർഗീയ ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള വലിയ രാഷ്ട്രീയ നിയമപ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ അയോധ്യ എന്നാണ് ഈ വിഷയത്തെ ന്യൂസ് മിനിറ്റ് പോർട്ടൽ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടുത്തൊരു അയോധ്യ താങ്ങാനുള്ള ഒരു ശക്തി ഇന്ത്യക്കുണ്ടോ? അതിന്റെ ഭീകരത നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എന്താണ് അവസ്ഥ? അങ്ങനെ എൻ്റെ ഉള്ളു പൊള്ളിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ വന്ന് പറയുന്നത്. അതൊന്നും ഒരു സുഡാപ്പിയെയും സംഖ്യയെയും സന്തോഷിപ്പിക്കാനോ വെറുപ്പിക്കാനോ അല്ല. അതാണ് റിയൽ വാർത്ത. അതാ എനിക്ക് സംസാരിക്കേണ്ടത്. ഇതാണ് ഞാൻ പറയേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാനത് പറയുന്നു. ഇതാണ് എൻ്റെ രാഷ്ട്രീയം. എന്നാൽ എൻ്റെ വീഡിയോ കാണുന്ന ഈ ചുരുക്കം ചില കൃമികീടങ്ങളുണ്ടല്ലോ, പറയണ്ടെന്ന് എപ്പോഴും ചെയ്യുന്നത്, പക്ഷെ പറഞ്ഞേ പറ്റൂ എനിക്ക്. ഇതൊക്കെ എന്തോ പ്രീണനാണ് നീയൊക്കെ കരുതുന്നേ? എന്നാൽ പിന്നെ നീ എന്നും ഞങ്ങളെ പ്രീണിപ്പിച്ചാൽ മതി എന്നാ നിന്റെയൊക്കെ തീട്ടൂരം? ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വല്ലതും പറഞ്ഞാൽ നീ സംഖ്യ എന്ന് വിളിക്കൂ എന്നെ? ആഹാ, അത് തന്നെയാണ് നിന്നെയൊക്കെ ഞാൻ ഡോഗിന്റെ മക്കളെ എന്ന് വിളിച്ചത്. വേറെ ഒരു വിളി എനിക്കല്ല. നീട്ടി ഞാൻ വിളിക്കും ഡോഗിന്റെ മക്കളെന്ന്. വേറെ എന്താ ഈ പൊന്നുമോനെയൊക്കെ ഞാൻ വിളിക്കുക ശരിക്കും? ഇന്നലെ ഞാൻ പറഞ്ഞത് റിപ്പോർട്ടർ മീറ്റ് ദി എഡിറ്റേഴ്സിൽ സംസാരിക്കുന്നവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിന്റെ ഉയിരും മൂടും ജീവനും ആയിരുന്ന ആൾ ഇപ്പൊ CPM മെമ്പറാണ്. അരുൺ CPM പ്രതിനിധിയെ പോലെയാണ് ഓരോ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഞാൻ കാണുന്നത് ആൻഡോയും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ അരുൺ നല്ല ഹോംവർക്ക് ചെയ്ത് വിവരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. സ്മൃതിയാണെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഏതോ കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഫോർവേഡുകൾ ഇവിടെ ഇരുന്ന് അന്തം കുന്തൂല്ല അത് വിളിച്ചു പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജിമ്മി വ്യത്യസ്തനാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നതിന്റെ ഓപ്പോസിറ്റ് പറയും. സുജയ് ഇരുന്ന് പച്ച സംഘിരാഷ്ട്രീയാണ് പറയുന്നത്. പക്ഷെ അത് പറയാൻ വേണ്ടി, ആ സംഘിരാഷ്ട്രീയം പറയാൻ വേണ്ടി അവൾ അത് പഠിച്ചു വരുന്നു എന്നാ ഞാൻ പറഞ്ഞേ. അപ്പൊ സുജയെ മാത്രം എന്തിനാ നിങ്ങൾ കുറ്റം പറയുന്നതെന്നാ പറഞ്ഞേ. എല്ലാവരും രാഷ്ട്രീയം പറയുന്നു, സുജയ് ഈ രാഷ്ട്രീയം പറയുന്നു എന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ സുജയ് പറയുന്ന സംഘിരാഷ്ട്രീയം അമൃതാണെന്നല്ല ഞാൻ പറയുന്നത്. നിന്റെയൊക്കെ ചെവിയിൽ എന്തിന്റെ കേടാ? എന്താ നിന്റെയൊക്കെ ചെവിയിലിരിക്കുന്നത്? ഞാൻ പറയുന്ന അല്ലേ അങ്ങോട്ട് കേൾക്കുന്നേ? അടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സുജയ വിഷയം പഠിച്ചിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞ സംശയമുള്ള ഒരു സ്മൃതി നടത്തുന്ന ചാനൽ ചർച്ച, സുജയ നടന്ന ചാനൽ ചർച്ച ഒന്ന് കാണുക. ഞാൻ ഒരു കമന്റും പറയുന്നില്ല, വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും ഓരോ പ്രാവശ്യം കണ്ട. ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ച് ഞാൻ ഇന്നും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല. ബ്രില്യൻ ജേർണലിസ്റ്റ് ആണ്. ഉണ്ണി ബാലകൃഷ്ണ വിലയിരുത്താനും അളക്കാനൊന്നും ഞാൻ ആയിട്ടില്ല. ഇതിലെവിടെ നിന്നാ നിങ്ങൾക്ക് ഞാൻ സംഖ്യയാണെന്ന് കണ്ടുപിടിക്കുന്ന കണ്ണിലെ കുരു നിനക്കൊക്കെ എങ്ങനെയുണ്ടായേ? എനിക്ക് ചീത്ത പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്ര ഇറിറ്റേഷൻ ഉണ്ട് എനിക്ക്. സത്യം പറയാലോ, ഈ കമന്റ് ഇട്ടവരെയൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ചാണകം പോലെ വെറുപ്പാണ് എനിക്ക്. എന്റെ രാഷ്ട്രീയം തീരുമാനിക്കാനൊന്നും നീ ഒന്നും ആയിട്ടില്ല. നിന്നെയൊക്കെ പേടിച്ച് നിനക്ക് ഇഷ്ടമുള്ളത് മാത്രമേ എന്റെ യൂട്യൂബിൽ വന്ന് സംസാരിക്കുമെന്ന് നീ ഒന്ന് സ്വപ്നം കാണണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറയും. അത് കേൾക്കാൻ ഇഷ്ടമുള്ള 10 പേരുണ്ട്. ആ 10 പേര് മതി. അവർ വരും, അവരെനിക്ക് സത്യസന്ധമായ ഫീഡ്ബാക്ക് തരും. അത് ഞാൻ മുഖവിലേക്ക് എടുക്കും. എത്രയോ വിഷയത്തിൽ എത്ര പേര് എനിക്ക് പല വിഷയങ്ങളിൽ എന്നെ തിരുത്തുന്നു, കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു. എന്തായാലും അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് എൻ്റെ ഓഡിയൻസ്. അല്ലാതെ നാഴിക്ക് 40 വട്ടം സുനിത സംഖ്യയായ എന്ന് വിളിച്ചു പറയുന്നത് ആളുകളില്ല. സുനിത സംഖ്യയായ നിലവിളിക്കാറ്. എനിക്ക് നിങ്ങളുടെ ഡോഗിന്റെ വില ഉള്ള കാര്യം പറയാലോ. ഞാൻ എന്തിങ്ങനെ തെറി പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരെ, എന്നും എന്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരെ നിങ്ങൾ പോയി സംഖ്യെന്നൊന്ന് വിളിച്ചു നോക്കുക. അപ്പം അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. തെറിയല്ല വേറൊന്നും നാവില് വരില്ല. എനിക്ക് അത്രയും കലിപ്പോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇനി മേലാൽ നിന്നെയൊന്നും എന്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ കാണരുത്. സംഖ്യ ചാപ്പയടിക്കാരെ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, സ്ഥലം മാറിപ്പോയി. നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റുന്ന വേറെ ചില യൂട്യൂബുകളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ടുള്ള. ഇത് നിങ്ങൾക്ക് പറ്റിയ ഇടമല്ല. ഇവിടെ കുറച്ചു മനുഷ്യർ പരസ്പരം സംവദിക്കുന്ന ഇടാണ്. ഇവിടെ നിങ്ങൾക്ക് ഇടമില്ല. ഗെറ്റ് ലോസ്റ്റ്.